വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ കുബൂസൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ട് കൈ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ടാവണം, പക്ഷെ പൊള്ളാൻ പാടില്ല. ആ ഒരു പരുവത്തിൽ ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് മൈദ ചേർത്ത് കൊടുക്കുക. ഇത് തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണോളം മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കുബൂസ് ഉണ്ടാക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ ചുമ്മാ കഴിക്കാനും പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വെള്ളം മതിയാവില്ല, നമ്മൾ ചേർത്തില്ല പാല് മതിയാവില്ല ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇളം ചൂടുവെള്ളം തന്നെ ചേർക്കണം. അപ്പോൾ നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കൂടുതൽ വെക്കേണ്ടി വരും. അപ്പോൾ ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിനെ കയ്യിലെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വലുപ്പത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ചപ്പാത്തിയുടെ ഒരു വലുപ്പത്തിനാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്രിൽ ചിക്കൻ്റെയൊക്കെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ മയണൈസ് മാത്രം കൂട്ടി കഴിക്കാം. അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കിത് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാക്കി പരത്തരുത്. ചെറിയൊരു കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പോൾ തിരിച്ചു മറിച്ചുവിട്ട് നമ്മളിതേ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിപ്പം മതി. അപ്പോൾ ഞാൻ ചെറിയൊരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ തന്നെയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൊട്ടും എണ്ണയൊന്നും ചേർക്കണ്ട എന്നുള്ളവരാണെങ്കിൽ ഒന്നും ചേർക്കണ്ട. പക്ഷേ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓരോ സൈഡായിട്ട് ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിൽ കുറച്ചൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒട്ടും എണ്ണയൊന്നും വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. നല്ല ചൂടോടെ കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ദിയാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.